സത്യത്തിൽ കോൺഗ്രസിനകത്തെ തമ്മിലടി വളരെ കുറഞ്ഞൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള വളരെ വിദഗ്ധമായ ഒരു നേതൃത്വം KPCCക്കുണ്ട്, നമ്മുടെ ദേശീയ തലത്തിലുണ്ട്. ഞാനതെന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. അത് പരിശോധിച്ചിട്ടില്ല. KPCCയിൽ നിന്ന് ഞാനിത് നോക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നു. സ്വാഭാവികമായിട്ടത് പരിശോധിക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞതിന് ശേഷമേ ഞാൻ പ്രതികരിക്കൂ. അതിനു മുമ്പ് പ്രതികരിച്ചാൽ അത് ശരിയാവില്ല. ഞാനത് നോക്കട്ടെ, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയതിന് ശേഷം നിങ്ങളോട് പറയുകയും ചെയ്യാം. ഒരു കാര്യം, ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കൾ, സാധാരണ അണികൾ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരുമെന്ന്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിനെ ജില്ലകൾ നിയന്ത്രിക്കുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ശരിയായ രീതിയാണോ? ഇത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയില്ല. UDFിൽ തന്നെ പല ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ വലിയ അമർശമുണ്ട്. കാരണം ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഈ തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇത് ശരിയാണോ? ഇതെങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ കോൺഗ്രസിനകത്തെ തമ്മിലടി വളരെ കുറഞ്ഞൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള വളരെ വിദഗ്ധമായ ഒരു നേതൃത്വം KPCCക്കുണ്ട്, നമ്മുടെ ദേശീയ തലത്തിലുണ്ട്. ഇപ്പം ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിൽ നല്ല മുന്നേറ്റത്തിലേക്ക് വരാൻ പോവുകയാണ്. ജനങ്ങളെല്ലാവരും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ മുന്നണിക്ക് അനുകൂലമായ നിലയിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് രൂപത്തിലേക്ക് ഒരു വളർച്ച നമ്മളുടെ എല്ലാ ആളുകളിലും ഉണ്ടായിട്ടുമുണ്ട്. അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ ഫോൺ സംഭാഷണമൊക്കെ പുറത്തുവിടുന്നത് ശരിയാണോ? ഇപ്പോൾ പാലോടിയിൽ ഞങ്ങൾ സംസാരിച്ചു, പക്ഷേ ഇത് ഇങ്ങനെ പുറത്തുവിട്ട് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത് ശരിയാണോ? ഇത് നിയന്ത്രിക്കേണ്ടതല്ലേ? അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട ഞാൻ അതിൻ്റെ ഒരു കാര്യം പോലും നോക്കാതെ ഒരു കമൻറ്റ് നടത്തുന്നത് ശരിയല്ലല്ലോ. ഞാനപ്പോൾ പരിശോധിച്ചു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നീതിബോധവും നീതിപൂർവമായിട്ടുള്ള തീരുമാനമേ ഉണ്ടാവൂ. പാർട്ടിക്കകത്തെ പാർട്ടി പ്രവർത്തകർക്ക് അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവില്ല. ശരാശരി പ്രവർത്തകൻ, പാർട്ടി സ്പിരിറ്റുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രശ്നങ്ങളും എന്താണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ഒരു തീരുമാനം അറിയിക്കും. ഈ മുന്നണി വിപുലീകരണമൊക്കെ UDF ആലോചനയിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആലോചനകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ മുന്നണിയിൽ ഇത്തരത്തിൽ നേതൃത്വം നൽകുന്ന പാർട്ടിയിലുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഇങ്ങോട്ട് വരാനുള്ളവരുടെ സാധ്യതകൾ കൂടി അടക്കിയല്ലേ? ഇല്ലേ, അത് മുന്നണി വിപുലീകരണം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ടാണ് നിൽക്കുന്നത്. ആ സംഭവത്തിന് പാർട്ടിക്കകത്താണൊരു പരിഹാരം ഉണ്ടാകേണ്ടത്. ആ പരിഹാരം നിയമപരമായ രൂപത്തിൽ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. ഞാൻ അന്വേഷിക്കും, എന്നെ ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുക. ഈ പറഞ്ഞത് തന്നെയാണ്, കൂടുതൽ തൃപ്തികരമായി പ്രവർത്തിച്ചു പോകണമെന്നുള്ള പൊതു ആഗ്രഹമാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ മൊത്തത്തിലുള്ളത്, UDFിൻ്റെ ലീഡർഷിപ്പിൽ മൊത്തമുള്ളത്. അവരെ ഡിസാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല.